ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോ നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സ്റ്റുഡൻസിന് കിട്ടുന്ന ഇന്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചാണ്. അങ്ങനെയുള്ള 5 ഇന്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് ഒരു സെക്കൻഡ് ഇയർ സ്റ്റുഡൻറ് എന്തൊക്കെ പ്രിപ്പറേഷൻ നടക്കണം ഇന്റേൺഷിപ്പിന് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് എന്നുള്ളത് നമ്മൾ പറയുന്നുണ്ടായിരുന്നു. സോ ഇന്നത്തെ വീഡിയോ നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് ഏതൊക്കെ ഇന്റേൺഷിപ്പ് അവൈലബിൾ ആണ് എന്നുള്ള കാര്യത്തിനെ കുറിച്ചാണ്. ഇന്റേൺഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്റേൺഷിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു കമ്പനിയിൽ കുറച്ച് നാളത്തേക്ക് ഒരു 3 to 6 monthsലേക്ക് വേണ്ടി ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റിലോ സർവീസിലോ ഒക്കെ വർക്ക് ചെയ്യുന്നതാണ് ഇന്റേൺഷിപ്പ് എന്ന് പറയുന്നത്. നമ്മളൊരു ഫുൾ ടൈം എംപ്ലോയിയെ പോലെ അല്ലായിരിക്കും നമുക്ക് അതിൻ്റെ ബെനിഫിറ്റ്സും ബാക്കി കാര്യങ്ങളും കിട്ടുന്നത്. നമുക്ക് സാലറി കിട്ടത്തില്ല, മറിച്ച് നമുക്ക് വർക്ക് ചെയ്യുന്നതനുസരിച്ച് സ്റ്റൈപ്പൻഡ് കിട്ടും. ചിലപ്പം ചില കമ്പനി സ്റ്റൈപ്പൻഡ് പ്രൊവൈഡ് ചെയ്യത്തില്ല, എക്സ്പീരിയൻസ് ലെറ്റർ ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. ഏത് തന്നെയായിരുന്നു പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ഇന്റേൺഷിപ്പ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അത് ഭയങ്കര ആഡഡ് അഡ്വാൻറ്റേജ് ആയിരിക്കും. ഒരു കമ്പനിയിൽ നമ്മൾ ഇന്റേൺഷിപ്പ് ചെയ്യുന്നതിലൂടെ 3 ഗുണങ്ങളുണ്ട്. നമ്പർ 1, നമ്മൾ പഠിച്ചിരിക്കുമ്പോൾ തന്നെ ഒരു കമ്പനി അറ്റ്മോസ്ഫിയർ എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നിങ്ങൾ കോളേജ് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്ത് തരത്തിലുള്ള കരിയർ ചൂസ് ചെയ്യണം, എന്ത് തരത്തിലുള്ള കമ്പനികളിൽ വർക്ക് ചെയ്യണം എന്നുള്ളൊരു ക്ലാരിറ്റി കിട്ടും. പലപ്പോഴും നമ്മൾക്ക് കോളേജ് കഴിഞ്ഞ് ഇറങ്ങി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ളതിൽ പലപ്പോഴും ക്ലാരിറ്റി കിട്ടില്ല, എന്ത് കരിയർ ചൂസ് ചെയ്യണം എന്നുള്ളത് പലപ്പോഴും പലർക്കും ക്ലാരിറ്റി കിട്ടാറില്ല. സോ അങ്ങനെ ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. മൂന്നാമതായിട്ട് ദ മണി പാർട്ട്. യെസ്, ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് മിക്ക കമ്പനീസും എന്താണ് സ്റ്റൈപ്പൻഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇന്റേൺസിനായിട്ട്. സോ അത് നിങ്ങൾക്ക് സ്റ്റൈപ്പൻഡ് കിട്ടും. പഠിച്ചിരിക്കുമ്പോൾ തന്നെ ഏൺ ചെയ്യാൻ പറ്റുന്നതെന്ന് വലിയൊരു ഭാഗ്യമാണ്. സോ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇന്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റിനെ കുറിച്ച് നോക്കാം. സോ ഐ ആം സാഹിർ, വെൽക്കം ടു ദ ന്യൂ വീഡിയോ ഓഫ് എഡ്യൂർ ലേണിംഗ്. ആദ്യമായിട്ട് പറയാനുള്ളത് AICTE ഇന്റേൺഷിപ്പിനെ കുറിച്ചാണ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും ഹയർ എഡ്യൂക്കേഷൻ അതോറിറ്റിയും കൂടെ ചേർന്ന് നടത്തുന്ന ഒരു പ്രോഗ്രാമാണ് AICTE ഇന്റേൺഷിപ്പ് എന്ന് പറയുന്നത്. ഇതിനായിട്ട് നിങ്ങൾക്ക് AICTE-India.org എന്ന വെബ്സൈറ്റിൽ നോക്കാം. എല്ലാ ടെക്നിക്കൽ ആയിട്ടുള്ള ഇന്റേൺഷിപ്സും ഒരു കീഴക്കീഴിൽ കൊണ്ടുവരണം എന്നുള്ള ഒരു ചിന്താഗതിയിലാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലുള്ള വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തത്. ഈ വെബ്സൈറ്റിൽ കയറിയാൽ തന്നെ ടോപ്പ് ലിസ്റ്റഡ് ആയിട്ടുള്ള ഇന്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് കാണാൻ കഴിയും. കൂടാതെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഡൊമൈനിലോ സിറ്റിയിലോ ഒക്കെയാണ് നമുക്ക് ഇന്റേൺഷിപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്കത് സെർച്ച് ചെയ്തെടുക്കാനുള്ള അവസരമുണ്ട്. നമുക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത്തരത്തിലുള്ള നമ്മുടെ സെർച്ച് ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്ന എല്ലാ ഇന്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റീസും നമുക്ക് ലിസ്റ്റ് ചെയ്യും. അതിൽ നിന്ന് ഓരോ ഇന്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റിയിലും നമ്മൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, എന്ത് സ്കില്ലാണ് വേണ്ടത്, എത്ര നാളത്തേക്കാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ വെബ്സൈറ്റിൽ ഓരോ ഇന്റേൺഷിപ്പിന് എത്ര വേക്കൻസി ഉണ്ടെന്നും അത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ള ഡീറ്റെയിൽ ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. സോ നിങ്ങൾ ഒരിക്കലും ഈ വെബ്സൈറ്റ് മിസ് ചെയ്യരുത്. AICTE-India.org എന്ന വെബ്സൈറ്റ് സെർച്ച് ചെയ്ത് നോക്കുക. രണ്ടാമതായിട്ട് ഉള്ള ഇന്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റി നിതി ആയോഗിൻ്റെത്. നിങ്ങൾക്ക് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആയിട്ട് വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് നിതി ആയോഗിന്റെ വെബ്സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ഉള്ള ഇന്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ് നോക്കാം. nidhi.gov.in/internship എന്നുള്ളതാണ് കറക്റ്റ് URL എന്ന് പറയുന്നത്. ആ URL പോയിട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് നിതി ആയോഗിന്റെ ഇന്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ് കാണാൻ കഴിയും. എല്ലാ ഗ്രാജുവേറ്റ്സിനും പോസ്റ്റ് ഗ്രാജുവേഷനും ഈ ഇന്റേൺഷിപ്പിൽ അപ്ലൈ ചെയ്യാൻ കഴിയും. എല്ലാ മാസവും 1-ാം തീയതി മുതൽ 10-ാം തീയതി വരെ ആയിരിക്കും ഇന്റേൺഷിപ്പിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇതിൽ ബേസിക്കലി അഡ്മിനിസ്ട്രേറ്റീവ് ഓപ്പറേഷൻ റിലേറ്റഡ് ഇന്റേൺഷിപ്സ് ഒക്കെ ആയിരിക്കും ഈ വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. മൂന്നാമതായിട്ടുള്ള ഇന്റേൺഷിപ്പാണ് IIM ഇന്റേൺഷിപ്പ്. IIM ഏതൊരു സ്റ്റുഡൻറ്റിനും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് IIM ഇന്റേൺഷിപ്സ് എന്ന് പറയുന്നത്. IIM ഇന്റേൺഷിപ്സ് ബേസിക്കലി റിസർച്ച് ബേസ്ഡ് ഇന്റേൺഷിപ്സ് ആയിരിക്കും. ഓരോ പർട്ടിക്കുലർ IIMന്റെ കീഴിലുള്ള പ്രൊഫസേഴ്സിന്റെ കീഴിലായിരിക്കും നിങ്ങൾ ഒരു ഇന്റേൺഷിപ്പ് ചെയ്യേണ്ടത്. IIM IITs അതായത് ടോപ്പ് പ്രസ്റ്റീജിയസ് കോളേജസിലെ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിലെ ഓരോ പ്രൊഫസേഴ്സും ഒട്ടനവധി റിസർച്ച് പേപ്പർ എല്ലാ വർഷവും പബ്ലിഷ് ചെയ്യുന്നുണ്ടായിരിക്കും. ഇത്തരത്തിൽ പബ്ലിഷ് ചെയ്യുന്ന റിസർച്ച് പേപ്പറിൽ അനാലിസിസ് വർക്ക്, റിസർച്ച് വർക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾക്കായിരിക്കും ഒരു ഇന്റേൺസിനെ അപ്പോയിൻമെന്റ് ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള വെബ്സൈറ്റ് ഓരോ IIT IIMന്റെ വെബ്സൈറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ അവരുടെ അനൗൺസ്മെന്റ് സെക്ഷനിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ്. ഇതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നിങ്ങൾ ഇന്റേൺഷിപ്പ് ചെയ്യുന്നത് IIM ക്യാമ്പസുകൾ തന്നെയായിരിക്കും. അപ്പം അത്തരത്തിൽ കിട്ടുന്ന എക്സ്പോഷറും അത്തരത്തിൽ കിട്ടുന്ന നെറ്റ്വർക്കും ഒക്കെ നിങ്ങളുടെ കരിയറിൽ ഇനി മുമ്പോട്ടുള്ള കരിയറിൽ വളരെ വാല്യൂ ആഡഡ് ആയിരിക്കും എന്നുള്ളതാണ് IIM ഇന്റേൺഷിപ്പ്. നാലാമതായിട്ട് ഗൂഗിൾ അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റിൽ ഇന്റേൺ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന അവസരം. നമ്മളുടെ എല്ലാവരുടെയും ഡ്രീം കമ്പനിയാണല്ലോ ഗൂഗിളും മൈക്രോസോഫ്റ്റും ഫേസ്ബുക്കും ഒക്കെ. പക്ഷെ നമുക്ക് ആർക്കും അറിയത്തില്ല പഠിച്ചിരിക്കുമ്പോൾ തന്നെ അവിടെയൊക്കെ ഇന്റേൺ ആയിട്ട് വർക്ക് ചെയ്യാൻ കഴിയുന്നുള്ളത്. നിങ്ങൾ ഈ കമ്പനികളൊക്കെ ടെക്നോളജി കമ്പനി ആയതുകൊണ്ട് ടെക്നോളജി റിലേറ്റഡ് ഇന്റേൺഷിപ്സ് മാത്രമേ കിട്ടുള്ളൂ എന്ന് കരുതിയെങ്കിൽ തെറ്റി. ഇത്തരത്തിലുള്ള ഗൂഗിളിലെ സെയിൽസും ബിസിനസ് പ്രൊഫൈലും ഓപ്പറേഷൻസിലൊക്കെ നിങ്ങൾക്ക് എന്താണ് ഇന്റേൺഷിപ്പ് ചെയ്യാനുള്ള അവസരമുണ്ട്. ഇത് ബേസിക്കലി ഓൺലൈൻ ആയിട്ടുള്ള ഇന്റേൺഷിപ്സ് ആയിരിക്കും. ഗൂഗിൾ വർഷത്തിൽ 2 തവണയാണ്
ഇന്റേൺഷിപ്സിനുള്ള ആപ്ലിക്കേഷൻസ് ഓപ്പൺ ചെയ്യുന്നത് 1st ജനുവരിയിൽ ഇപ്പോൾ കറന്റ് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രണ്ടാമതായിട്ട് ജൂലൈയിൽ അല്ലെങ്കിൽ ഓഗസ്റ്റിലൊക്കെ ആയിരിക്കും രണ്ടാമത്തെ ബാച്ചിന് ആപ്ലിക്കേഷൻ ഓപ്പൺ ആകുന്നത്. നിങ്ങൾക്ക് careers.google.com എന്ന വെബ്സൈറ്റ് ചെന്ന് കഴിഞ്ഞാൽ ഓരോ രാജ്യത്തിലും അവൈലബിൾ ആയിട്ടുള്ള ഇന്റേൺഷിപ്സിനെ കുറിച്ച് റിമോട്ടായിട്ട് അവൈലബിൾ ജോബിനെ കുറിച്ച് ഡീറ്റെയിൽസ് ലഭിക്കുന്നതാണ്. നിങ്ങൾക്ക് ആ പേജിൽ തന്നെ ഇന്റേൺഷിപ്പിനായിട്ട് അപ്ലൈ ചെയ്യാൻ കഴിയുമെന്നുണ്ടെങ്കിലും പലപ്പോഴും അങ്ങനെ അപ്ലൈ ചെയ്യുന്നവരെ ഗൂഗിൾ ഒരു ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത് പോസിബിലിറ്റി കുറവാണ്. മറിച്ച് ഗൂഗിളിന്റെ ഇന്റേണൽ വൃത്തങ്ങൾ തന്നെ പറഞ്ഞ് ഞാനൊന്ന് അന്വേഷിച്ചപ്പോൾ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഫറൽ സിസ്റ്റം, അതായത് കറന്റ്ലി ഗൂഗിളിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന എംപ്ലോയീസിന്റെ റെഫറൽസ് വഴി ആയിരിക്കും എന്താണ് അവർ മെജോറിറ്റിയും ഇന്റേൺസിനെ ഹയർ ചെയ്യുന്നതെന്നാണ്. ഗൂഗിളിലുള്ള ആൾക്കാരെ അറിയില്ല എന്നുണ്ടെങ്കിൽ വിഷമിക്കുന്നത് നിങ്ങൾക്ക് ഒരു ലിങ്ക്ഡിൻ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥലത്തുള്ള നിങ്ങൾ ആഗ്രഹിക്കുന്ന ഗൂഗിൾ ലൊക്കേഷനിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസുമായിട്ട് കണക്ട് ചെയ്യുക. അത് നിങ്ങളുടെ സ്പെസിഫിക് ഡൊമൈൻ, നിങ്ങളിപ്പോൾ ടെക്നോളജി ആണെങ്കിൽ ടെക്നോളജി ഡൊമൈനിലുള്ളവരെ, ബിസിനസ് ആണെങ്കിൽ ബിസിനസ് ഡൊമൈനിലുള്ളവരെ, സെയിൽസ് ആണെങ്കിൽ സെയിൽസ് ഡൊമൈനിലുള്ളവരെ, അങ്ങനെയുള്ളവരായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യാം. എന്നിട്ട് അവരോട് നിങ്ങളുടെ റെസ്യൂമെ ഇഷ്യൂ ചെയ്ത് കൊടുത്തിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസും ബാക്കി കാര്യങ്ങളും പറഞ്ഞ് അവരെ കൺവിൻസ് ചെയ്ത് അവർ ഡെഫിനറ്റ്ലി റെഫർ ചെയ്യും. നിങ്ങൾ റെഫർ ചെയ്താൽ നിങ്ങൾക്ക് എന്താണ് കമ്പനിയിൽ കയറി പറ്റാനുള്ള ഇന്റേൺ ആയിട്ട് വർക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇതേപോലെ തന്നെ മൈക്രോസോഫ്റ്റ് എൻഗേജ് എന്നുള്ള പ്രോഗ്രാം ഉണ്ട്. മൈക്രോസോഫ്റ്റിന്റെ കരിയർ പേജ് ചെന്ന് കഴിഞ്ഞാൽ മൈക്രോസോഫ്റ്റിന്റെ എൻഗേജ് പ്രോഗ്രാമിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അഞ്ചാമതായിട്ട് പറയാനുള്ള ഇന്റേൺഷിപ്പ് ഇന്റേൺശാലയാണ്. ഇന്റേൺശാല എന്ന് പറയുന്നത് ജോബ് സെർച്ച് ചെയ്യുന്നത് നമുക്ക് ഇന്റേൺഷിപ്സ് സെർച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു വെബ്സൈറ്റ് ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇന്റേൺഷിപ്സ് പ്രൊവൈഡ് ചെയ്യുന്ന വെബ്സൈറ്റ് കൂടിയാണ് ഇന്റേൺശാല എന്ന് പറയുന്നത്. internshal.com എന്നുള്ളതാണ് ആ വെബ്സൈറ്റ് ആയിട്ടുള്ളത്. ഇതിൽ ചെന്നിട്ട് നിങ്ങൾ താമസിക്കുന്ന ലൊക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ ലൊക്കേഷനിലുള്ള കറന്റ്ലി അവൈലബിൾ ആയിട്ടുള്ള ഇന്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ് ഏതൊക്കെയാണെന്ന് കൊടുത്തിട്ടുണ്ടായിരിക്കും. അതിൽ നിങ്ങൾക്ക് എത്ര സ്റ്റൈപ്പൻഡ് കിട്ടുന്നുണ്ടോ, കിട്ടാത്തതുണ്ടോ, എത്ര നാളത്തേക്കാണ്, എത്ര പേയ്മെന്റ് ഉണ്ട്, മന്ത്ലി പേയ്മെന്റ് ഉണ്ട്, നിങ്ങൾ ഒരുപാട് ഓപ്പർച്യൂണിറ്റി കിട്ടുന്നതാണ്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഐ എം സാഹിർ സൈനിങ് ഓഫ്. താങ്ക് യു.